കഴിഞ്ഞ ദിവസം അങ്കണവാടി കെട്ടിടം തകർന്നു വീണ എറണാകുളം ഉദയംപേരൂർ കണ്ടനാട് ഗവൺമെന്റ് JB സ്കൂളിന്റെ പരിസരവും കാട് പിടിച്ചു കിടക്കുകയാണ്. കെട്ടിടം തകർന്നു വീണിട്ടും ഇതുവരെ ആ കാട് വെട്ടിത്തെളിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അർജുൻ മട്ടന്നൂർ അവിടെയുണ്ട്. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. കഴിഞ്ഞ ദിവസം ആ ഓടിടകി കിടക്കുന്നത് കണ്ടപ്പോൾ അർജുൻ പറഞ്ഞത് 100 വർഷം പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ടാണെന്നാണ്. പക്ഷേ ആ കെട്ടിടത്തിന് ചുറ്റും വളരുന്ന കാടിനത്ര പഴക്കമില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് വെട്ടിത്തെളിക്കാത്തത്, വൃത്തിയായി വെക്കാത്തത്? ഗുഡ് ഈവനിങ് സുജയ. ഇതാണ് കഴിഞ്ഞ ദിവസം ഈ തകർന്നു വീണ അങ്കണവാടി കെട്ടിടം, അതായത് കണ്ടനാട് ജൂനിയർ മുറ്റത്തുള്ള അങ്കണവാടി കെട്ടിടം. 150 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ഈ കെട്ടിടത്തിലാണ് നേരത്തെ സ്കൂൾ പ്രവർത്തിച്ചത്. പക്ഷേ ഏതാണ്ട് 5 ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പുതിയ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ സാഹചര്യം അതുപോലെ തന്നെയാണ്. അതായത് സ്കൂളിന്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ കാണുന്നത് ഇതിന്റെ മുൻഭാഗമാണ്. ഇവിടെ വാഹനങ്ങളടക്കം വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മൾ ഈ ക്ലാസ് മുറികളോട് ചേർന്നുള്ള ഈ ഭാഗങ്ങൾ കാണുക. ഇവിടെ ഇത്തരത്തിൽ വാഴയും മറ്റും കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈ പിൻഭാഗത്ത് വലിയ തോതിൽ കാട് വളർന്നിട്ടുണ്ട്. നമ്മൾ കണ്ടാൽ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ് കാണിച്ച ദൃശ്യങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ഇവിടെയും ഉള്ളത് എന്ന് പറയേണ്ടി വരും. ഇതാ നോക്കൂ, ഇതൊക്കെ ക്ലാസ് മുറികളോട് ചേർന്നുള്ള ഭാഗമാണ്. ഈ ഒരു മതിലിനോട് ചേർന്നുള്ളൊരു ഇടനാഴി പോലുള്ള ചെറിയൊരു ഭാഗമാണ്. ഇവിടെ ഈ ജനലുകളുണ്ട്. ഇവിടെ ഇത്തരത്തിൽ പാമ്പുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഈ ജനൽ അങ്ങോട്ട് പോയി നോക്കണ്ട. അർജുന്റെയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന്റെയും സുരക്ഷിതത്വം കൂടി നോക്കി വേണം നമുക്ക് റിപ്പോർട്ടിംഗ് നടത്താൻ. അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. സ്കൂൾ മുറികളുടെ, ക്ലാസ് മുറികളുടെ ജനലിനോട് ചേർന്നുള്ള, അതായത് ക്ലാസിന്റെ ഭിത്തിയോട് ചേർന്നുള്ള ഭാഗമാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ഇതിങ്ങനെ കിടന്നിട്ടും അതിൽ ബന്ധപ്പെട്ട സാധാരണഗതിയിൽ പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ ഒക്കെ ഇതൊക്കെ സമയാസമയങ്ങളിൽ വിലയിരുത്തുകയും വൃത്തിയാക്കാൻ ആളെ നിർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ സ്കൂൾ കാലത്ത് കണ്ടിട്ടുള്ളത്. ഈ സ്കൂളിൽ ഇതൊന്നും നോക്കാൻ ആരുമില്ലേ അർജുൻ? സുജയ, ഇത് നമ്മൾ ഇവിടുത്തെ HMുമായി ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു. HM 5 മാസം മുമ്പാണ് ട്രാൻസ്ഫറായി ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും പറഞ്ഞത് ഇവിടെ സാധാരണ മുൻപുണ്ടായിരുന്ന സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ അറിയിക്കുകയും അവർ വന്ന് ഇത്തരത്തിൽ ശുചീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ അവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഈ നേരത്തെ ഒരു തവണ ഈ PTA ഒക്കെ ചേർന്ന് പണം സ്വരൂപിച്ച് ഒരാളെ കൊണ്ട് ഇത്തരത്തിൽ മുഴുവനായി വൃത്തിയാക്കിച്ചിരുന്നു. പക്ഷെ വീണ്ടും കാട് വളർന്നിരിക്കുകയാണ്. എന്തായാലും ഈ കെട്ടിടം തകർന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തും പക്ഷേ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ എന്തായാലും നാളെ ഞായറാഴ്ചയാണ്, സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്. നാളെ ഈ PTA ഒക്കെ തന്നെ ചേർന്ന് ഈ കാട് മുഴുവൻ വൃത്തിയാക്കും, കാടൊക്കെ നശിപ്പിച്ച് ഈ പരിസരം വൃത്തിയാക്കും എന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം വേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പറയുന്ന ടോയ്ലറ്റിന്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ തന്നെ കാടുകൾ വളർന്നിട്ടുണ്ട്. ഈ കയറി വരുന്ന ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗത്തടക്കം വലിയ തോതിൽ കാടുകളുണ്ട്. LP സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്. ഇവിടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. സ്വാഭാവികമായും അവർ കളിക്കാൻ പോകുമ്പോൾ ഇത്തരം ഭാഗത്തേക്ക് പോവുകയൊക്കെ തന്നെ സ്വാഭാവികമാണ്. അത്തരത്തിൽ നമ്മുടെ കൃത്യമായൊരു ശ്രദ്ധയില്ലാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇതിനൊരു കൃത്യമായൊരു സംവിധാനം വേണം എന്നുള്ളത് കെട്ടിടം തകർന്നു വീണ പശ്ചാത്തലത്തിലെങ്കിലും PTA ഒക്കെ ഒന്ന് ഇടപെട്ട് അതൊക്കെ ഒന്ന് പുതുക്കണം. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഉദയംപേരൂരിലെ കാഴ്ചയും നമ്മളെ ചൂണ്ടിക്കാട്ടുന്നതാണ്. കാട് വെട്ടിത്തെളിക്കണം. ഒരു കുഞ്ഞിന് കൂടി പാമ്പ് കടി ഏറ്റിട്ടല്ല ആ കാട് വെട്ടിത്തെളിക്കേണ്ടത്. താങ്ക് യു അർജുൻ മട്ടന്നൂർ.